നേപ്പാളിന്റെ ജലവൈദ്യുതി ഭാവി രൂപപ്പെടുത്താൻ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ച ചൈനയുടെ കൈ ഇന്ത്യ പൊള്ളിച്ചിരിക്കുകയാണ്. ഒരൊറ്റ നയപരമായ തീരുമാനത്തിലൂടെ നേപ്പാളിലെ വൈദ്യുതി മേഖലയെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കുകയാണ് ഇന്ത്യ ചെയ്തത്. ഇതോടെ നേപ്പാളിനും ചൈനയെ കൈവിടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേപ്പാളിലെ ബാലേന്ദ്ര ഷാ എന്ന യുവ നേതാവ് മോദിയുടെ ഈ തന്ത്രപരമായ നീക്കം കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യക്ക് കൈകൊടുക്കുക, കോടികളുടെ നിക്ഷേപം ഇറക്കിയ ചൈനയെ തഴയുക എന്ന ലക്ഷ്യം മാത്രമേ ഇനി ബാലേന്ദ്ര ഷായുടെ മുന്നിലുള്ളൂ. ദക്ഷിണേന്ത്യയിൽ തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കാനും ഹിമാലയൻ രാജ്യമായ നേപ്പാളിൽ തന്ത്രപരമായ മേൽക്കൈ നേടാനും ലക്ഷ്യമിട്ട് വർഷങ്ങളായി ചൈന നേപ്പാളിലേക്ക് കോടിക്കണക്കിന് ഡോളറാണ് ഒഴുക്കിയത്. നേപ്പാളിന്റെ ജലവൈദ്യുതി മേഖലയിൽ കോടിക്കണക്കിന് രൂപയാണ് ചൈന നിക്ഷേപിച്ചത്. നേപ്പാളിലെ അണക്കെട്ടുകളിലും ജലവൈദ്യുതി നിലയങ്ങളിലും എഞ്ചിനീയറിംഗ് സേവനങ്ങളിലും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളിലും ചൈന വൻതോതിൽ നിക്ഷേപം നടത്തി. ദീർഘകാല ലാഭവും തന്ത്രപരമായ സ്വാധീനവുമായിരുന്നു ചൈനയുടെ മുഖ്യ ലക്ഷ്യം. എന്നാൽ നേപ്പാളിൽ വൈദ്യുതി നിർമ്മാണ രംഗത്ത് പണം മുടക്കാനൊന്നും ഇന്ത്യ തയ്യാറായില്ല. നേപ്പാളിന്റെ ജലവൈദ്യുതി മേഖലയിലായിരുന്നു ചൈനയുടെ കണ്ണ്. രാജ്യത്തെ നദികളുടെ ശൃംഖലയും മലനിരകളും കണക്കിലെടുക്കുമ്പോൾ വൻ സാധ്യതകളുള്ള ഒരു മേഖലയായിരുന്നു ഇത്. നേപ്പാളിൽ കോടികളിറക്കി ചൈന നടത്തുന്ന ഈ കളിയിൽ ചൈന ജയിക്കുമെന്ന് എല്ലാവരും കരുതി. വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ഉദാരമായ ധനസഹായവും പ്രധാന മേഖലകളിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഇടപെടലുകളും വർഷം തോറും ബെയ്ജിങ്ങിന്റെ സ്ഥാനം നേപ്പാളിൽ ശക്തിപ്പെടുത്തുകയാണെന്ന് എല്ലാവരും കരുതി. എന്നാൽ ഒരൊറ്റ നീക്കത്തിലൂടെ ഇന്ത്യ നേപ്പാളിനെ ഇന്ത്യക്ക് അനുകൂലമാക്കുകയാണ് ചെയ്തത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി സ്രോതസ്സുകളിൽ ഒന്ന് നേപ്പാളിലുണ്ട്. വലിയ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നേപ്പാളിന് കഴിയുമെങ്കിലും ആഭ്യന്തര ആവശ്യം കുറവായതിനാൽ ഇന്ത്യയിലേക്കാണ് അവർ ഈ വൈദ്യുതി കയറ്റുമതി ചെയ്തിരുന്നത്. നേപ്പാൾ ചൈനയുമായി അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിലും ഹിമാലയൻ മലനിരകളിലെ ദുർഘടമായ ഭൂപ്രകൃതി കാരണം നേപ്പാളിന് ചൈനയിലേക്ക് വൈദ്യുതി കയറ്റുമതി ചെയ്യുക അത്ര എളുപ്പമല്ല. ചൈനീസ് ബന്ധമുള്ള വൈദ്യുതി നിലയങ്ങളിൽ നിന്നും ഇന്ത്യ വൈദ്യുതി വാങ്ങില്ല എന്ന തീരുമാനം വന്നതോടെ ചൈനീസ് പിന്തുണയുള്ള പല ജലവൈദ്യുതി പദ്ധതികളും പെട്ടെന്ന് തന്നെ ഗുരുതരമായ വാണിജ്യ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ തുടങ്ങി. ഇന്ത്യയിലേക്കുള്ള വൈദ്യുതി കയറ്റുമതി നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിരുന്നു. അതിനാൽ നേപ്പാളും ചൈനയോടുള്ള താല്പര്യം കുറഞ്ഞു. കാരണം വൈദ്യുതി വിറ്റ് പണം നേടലാണ് നേപ്പാളിന്റെ പ്രധാന ലക്ഷ്യം. അതിന് ചൈന തടസ്സമാണെങ്കിൽ ചൈനയെ ഒഴിവാക്കുക എന്നതായിരുന്നു നേപ്പാളിന്റെ അടുത്ത നയം. സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ വ്യക്തമായതോടെ ചൈനീസ് ബന്ധമുള്ള പല പദ്ധതികളുടെയും വേഗത കുറഞ്ഞു. നേപ്പാളിലെ വൈദ്യുതി നിർമ്മാണ മേഖലയിൽ പണം നിക്ഷേപിക്കുന്നതിൽ നിന്ന് ചൈനീസ് കമ്പനികൾ പിന്മാറാൻ തുടങ്ങി. ചൈന ഒഴിഞ്ഞുപോയ ഇടത്തേക്ക് ഇന്ത്യൻ കമ്പനികൾ വേഗത്തിൽ കടന്നുകയറി. ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുമെന്ന് കരുതിയിരുന്ന പല പദ്ധതികളും ഇന്ത്യൻ പങ്കാളിത്തത്തിലേക്ക് മാറാൻ തുടങ്ങി. പല വൈദ്യുത ഉൽപാദന രംഗത്തെ സുപ്രധാന വികസനങ്ങളിലും ചൈനീസ് ഇടപെടലിന് പകരം ഇന്ത്യൻ മൂലധനവും അതോടൊപ്പം തന്നെ വൈദഗ്ധ്യവും ദീർഘകാല പങ്കാളിത്തവും എത്തിത്തുടങ്ങി. വലിയ തുക ചെലവഴിച്ചല്ല, മറിച്ച് സാമ്പത്തിക സ്വാധീനം സൂക്ഷ്മമായ നയരൂപീകരണത്തിലൂടെയും കൈവരിച്ച ശ്രദ്ധേയമായ തന്ത്രപരമായ വിജയത്തിന്റെയും ഒരു ഫലം കൂടിയാണിത്. എന്തായാലും മോദിയുടെ ഈ തന്ത്രം വിജയിച്ചു. ചൈന നേപ്പാളിലെ വൈദ്യുതി ഉൽപാദന രംഗത്ത് നിന്നും കെട്ടിയിരിക്കുകയാണ്. ബാലൻ ഷായ്ക്ക് മോദി എന്ന നേതാവിന്റെ പവർ മനസ്സിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ത്യക്ക് നേരെ കളിക്കുമ്പോൾ ഒന്നും കൂടി ഇനി നേപ്പാൾ 18 പ്രാവശ്യം ചിന്തിക്കും. ഇല്ലെങ്കിൽ പണി വരുന്നത് ഇന്ത്യയിൽ നിന്നായിരിക്കും. അത് നേപ്പാൾ വിചാരിക്കാത്ത തരത്തിലായിരിക്കും. അത് 8ന്റെ പണിയായിരിക്കും.